നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ പ്രതിയും നടനുമായ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ്. സുപ്രീംകോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസമായി മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച സിദ്ദിഖ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിനായി താരം പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നും അദ്ദേഹത്തിന്റെ വക്കീലും വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി വാദിക്കുന്ന പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ള തന്നെയാണ് ഈ കേസിൽ സിദ്ദിഖിന് വേണ്ടി വാദിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ സിദ്ദിഖ് അഡ്വക്കേറ്റ് രാമൻ പിള്ളയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർ നിരവധി ചോദ്യങ്ങൾ താരത്തിന് നേരെ ഉയർത്തിയെങ്കിലും ഒന്നിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. സിദ്ദിഖിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ സമീപനമാണ് അന്വേഷണ സംഘം സ്വീകരിക്കുന്നത്. ധൃതി പിടിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ നിലപാട്. നോട്ടീസ് ലഭിച്ചാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായി ഹാജരാകുമെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നോട്ടീസ് ലഭിച്ചില്ലെങ്കിൽ സ്വമേധയാ ഹാജരാകാനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം സൂചന നൽകി. എന്നാൽ സിദ്ദിഖ് സ്വമേധയാ ഹാജരായാൽ പോലും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. 2 ആഴ്ചത്തെ സാവകാശമാണ് സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചത്. ഈ കാലയളവിനുള്ളിൽ സുപ്രീം കോടതി അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അന്വേഷണത്തെ വിപരീതമായി ബാധിക്കും. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന്റെയും അറസ്റ്റിന്റെയും ആവശ്യകത സുപ്രീം കോടതിയെ അറിയിക്കാനും അന്വേഷണ സംഘം ആലോചന നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇന്നോ നാളെയോ ആയി സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയായിരുന്നു സിദ്ദിഖ് ഒളിവിൽ പോയത്. 1.5 ആഴ്ചയിലേറെയായി സിദ്ദിഖിനായി അരയും തലയും മുറുക്കിയുള്ള അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. താരത്തിനായി ലുക്കൌട്ട് നോട്ടീസ് വരെ പുറത്തിറക്കുകയും ചെയ്തു. ഒളിവിൽ ഇരുന്നുകൊണ്ട് തന്നെയായിരുന്നു താരം മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചതും അനുകൂല വിധി സമ്പാദിച്ചതും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കം എന്താണെന്ന് അറിയേണ്ടത്. എന്തായാലും ദിലീപിന്റെ നടി ആക്രമിച്ച കേസിൽ 7.5 വർഷമായിട്ടുള്ള ദിലീപിന്റെ വക്കീൽ തന്നെയാണ് സിദ്ദിഖിന്റെ വക്കീലും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.